തങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ, അതായത് മുസ്ലിം ഭൂരിപക്ഷമായിട്ട് തങ്ങളുടെ നടപ്പാക്കാൻ പറ്റുന്ന നയങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർ വിശ്വരൂപം പുറത്തെടുക്കും. അതാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധത, ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത. കാരണം മൗദൂദി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അമുസ്ലിങ്ങളെ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം വരുമ്പോൾ അമുസ്ലിങ്ങളെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താമെന്നാണ് മൗദൂദി പറഞ്ഞിരിക്കുന്നത്. അവരെ ദിമ്മികളാക്കി, അതായത് ഈ ജിസിയ എന്ന് പറയുന്ന മതനികുതി നൽകി അവർക്ക് മുന്നോട്ട് പോകാം. സ്റ്റേറ്റിൻ്റെ എല്ലാ അവകാശങ്ങൾക്കൊന്നും അവർക്ക് അർഹത ഉണ്ടാവില്ല, പക്ഷേ നിയന്ത്രിതമായ രീതിയിലുള്ള അവകാശങ്ങളുണ്ടാവും. ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള രീതിയിൽ അതിൻ്റെ നിയമങ്ങൾ, ശരിയ നിയമം ഉൾപ്പെടെ അനുസരിക്കുന്നവരായിരിക്കണം അവർ എന്നൊക്കെയാണ് മൗദൂദി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ അതേ ആശയം തന്നെ ഈ ഹുക്കുമത്തെ ഇലാഹിയും മതരാഷ്ട്രവാദവും ഒക്കെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു പിന്തുടരുന്നത്. അവരിപ്പോൾ അത് ഓപ്പണായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിരോധിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശക്തി ലഭിക്കുന്നത് വരെ പരമാവധി ഇതെല്ലാം പൊതിഞ്ഞ് പറഞ്ഞ് ഇത്തരം വിഷയങ്ങളൊന്നും പറയാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെ ഒരു നയം.